ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശമാണ്. ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവ് എന്നോട് ഇടപെട്ടതാണ്. നിങ്ങളെ അറിയിക്കുവാൻ ഇന്ന് ഒരവസരം എനിക്ക് കിട്ടി. ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ്. 33 മുതലുള്ള വാക്യം. അവർ അവനോട്, യോഹന്നാൻ്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടിത്തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വയ്ക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല. പഴയത് ഏറെ നല്ലത് എന്ന് പറയും. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയേ നമുക്ക് ഈ ദൂത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ദൂത് എല്ലാവരും മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ദൈവത്തിന് ചിലരിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നത് വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേദഭാഗമാണ്. ഈ 33 മുതലുള്ള വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു. ആ സമയത്തേക്കും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിരന്തരമായി ഫരീസയർ കർത്താവുമായി ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അവരോടുള്ള ബന്ധത്തിൽ അവരുടെ ചോദ്യങ്ങൾക്ക് കർത്താവ് പ്രതികരിക്കുമ്പോൾ പറയുന്നത്, അവിടുന്ന് കൊണ്ടുവന്ന പുതിയ വഴി അവര് നിൽക്കുന്ന പഴയ വഴിയുമായി മിക്സ് ചെയ്യാൻ കഴിയത്തില്ല. അവർ വലിയ ആത്മീയരാണ്, മതഭക്തരാണ്. പക്ഷെ അവരുടെ സിസ്റ്റം യേശു ഇൻട്രൊഡ്യൂസ് ചെയ്ത, യേശു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങളുമായി ഒരിക്കലും മിക്സ് ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് ശരിക്കും ഈ ഒരു പാസേജിൻ്റെ മുഖ്യമായ സന്ദേശം. നമ്മൾ ഈ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ തന്നെ 3-ാമത്തെ തവണയാണ് കർത്താവ് ഫരീസയരും ശാസ്ത്രിമാരുമായി ഏറ്റുമുട്ടുന്നത്. നമ്മൾ ശിഷ്യത്വ പാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ വേദഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതൊരിക്കൽ വായിക്കുന്ന സമയത്ത് എൻ്റെ അന്തരാത്മാവിനോട് കർത്താവ് ഇടപെടുന്നതായിട്ട് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഇത് നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടത്. നോക്കിയ 1-ാമത്തെ തവണ ഈ 5-ാം അധ്യായത്തിൽ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വളരെ അത്ഭുതകരമായി കർത്താവ് ഒരു പാരലറ്റിക് രോഗിയെ സൗഖ്യമാക്കുകയാണ്. പക്ഷേ 20-21 വാക്യങ്ങളിലാണ് അവർക്ക് പ്രശ്നം. ഫരീസയർക്ക് പ്രശ്നം. എന്താണ് അവരുടെ പ്രശ്നം? ഈ
പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം എവിടുന്ന് കിട്ടി? ദൈവദൂഷണമല്ലേ ആ പറയുന്നത്? യേശു ഒരാളിൻ്റെ പാപത്തെ മോചിക്കുന്നുവെന്ന് പറഞ്ഞത് അവർക്ക് ഇടർച്ചയായി. അതാണ് ഒന്നാമത്തെ. 2, 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ചുങ്കക്കാരുടെ പ്രധാനിയായിരുന്ന മത്തായി യേശുവിൽ വിശ്വാസമർപ്പിച്ച് യേശുവിനെ ഒരു വലിയ ബാൻക്വറ്റിന് വിളിച്ചു. കൂട്ടത്തിൽ ധാരാളം ആളുകളുമുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു വിഷയം. ഇവർ ചോദിക്കുകയാണ്, ഇങ്ങനെ പാപികളുടെ കൂടെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? അതവർക്ക് ഇടർച്ച. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് 33-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അത് വിഷയം ഇതാണ്, അവർക്ക് ഉപവാസം സംബന്ധിച്ചുള്ള വിഷയമാണ്. 33-ാം വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. ഈ ഇരിപ്പ് തന്നെ നമ്മളിങ്ങനെ കയ്യും കൊടുത്ത് ഏർക്കാനും വേണ്ടി ഇരുന്ന്, ഇത് കഥ കേൾക്കാനല്ല, ഇത് ദൈവാത്മാവിന് സംസാരിക്കാനുണ്ട്. ചുമ്മാ പെന്തിക്കോസി വന്നേച്ച് ഒന്നും അറിയാതെ, ഇടം കൈ വലം കൈ അറിയാതെ പോകരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. ചുമ്മാ ഒരാൾ ഇരുന്ന് ഉറക്കം തൂങ്ങി താടിക്കും കൈ കൊടുത്ത് അവർ ചിന്തിക്കുന്നത് ഇത് പ്രസംഗിയല്ലേ, പ്രസംഗത്തിന് എന്തെങ്കിലും ഒരു പ്രസംഗം വേണം. അങ്ങനെ അല്ല. ഇതറിയണം. അറിയത്തില്ലെങ്കിൽ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് പിടികിട്ടില്ല. എന്തുകൊണ്ടാണ് ആത്മീയരെന്ന് പറയുന്ന പലർക്കും യഥാർത്ഥ ആത്മീയതയിലേക്ക് വരാൻ കഴിയാത്തത്? ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് പറയാൻ പോവുക. എനിക്കത്ര പാരമ്പര്യമുണ്ട്, വലിയ പെന്തിക്കോസ്ത് പാരമ്പര്യമുണ്ട്. ഇപ്പം പറയാൻ ഞാൻ എന്താ അതിൻ്റെ കാര്യമെന്ന്. മൂന്നാമത്തെ കാര്യം, ഇവർ കർത്താവുമായിട്ട് ഇടറുന്നത് 33-ാം വാക്യമാണ്. അവർ അവനോട്, യോഹന്നാൻ്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് അവരുടെ പ്രശ്നം. ഞങ്ങളൊക്കെ നല്ലപോലെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാ. ഇതെന്താണ്? വലിയ വലിയ ദൈവരാജ്യമൊന്നും വലിയ വലിയ ദൂതുകളാണ് പറയുന്നത്, പക്ഷേ ഇവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഞങ്ങളൊക്കെ ഉപവസിക്കുന്നവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല. അതാണ് വിഷയം. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാൻ നോക്കാം. അവർ അവനോട്, അങ്ങനെയാണ് 33-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത്. ഈ അവർ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അവരാരാണ്? അപ്പം ഇതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ തന്നെ 30-ാം വാക്യത്തിൽ പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു പിറുപിറുത്തു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ തന്നെ നമുക്കറിയാം ഇത് പരീശന്മാരും ശാസ്ത്രിമാരുമാണ്. എന്നാൽ അവർ മാത്രമല്ല. ഇതേ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 9:14 നിങ്ങൾ വായിച്ചാൽ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഉണ്ട്. യോഹന്നാൻ്റെ ശിഷ്യന്മാരുണ്ട്, ഫരീസയരുണ്ട്, ഫരീസയരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാരുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2:18 വായിച്ചാൽ, യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു. അവർ വന്നവനോട്, യോഹന്നാൻ്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സംശയവും വേണ്ട, യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരീസയരുടെ കൂട്ടത്തിലുള്ളവരും സംഘടിതമായി വന്ന് കർത്താവിനോട് ഈ വിഷയം ചോദിക്കുകയാണ്, ഈ വിഷയം ഉന്നയിക്കുകയാണ്. സ്തോത്രം. ആരാണ് ഈ ഫരീസയർ എന്നതിനെക്കുറിച്ച് ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയാം. എങ്കിലും ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ സൂചിപ്പിക്കാം. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു സംഘമാണ് ഫരീസയർ. യഹൂദന്മാരുടെ ഇടയിൽ 3-4
സെക്റ്റുകളുണ്ട്. സദ്ദൂക്യരുണ്ട്, ഫരീസയരുണ്ട്, എരിവുകാരുണ്ട്, എസ്സീന്യരുണ്ട്. അവരുടെ ഇടയിലെ ഏറ്റവും പ്രമുഖമായ കൂട്ടം ഫരീസയരാണ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വേർപെട്ടവനെന്നാ. ഇപ്പം ആരും കൈവക്കരുത്. അത്രമാത്രം ന്യായപ്രമാണ നിയമങ്ങളെ തങ്ങളാലാവോളം അനുസരിക്കാൻ ബന്ധപ്പെടുന്നവരാണ് ഫരീസയർ. ആ വിഷയത്തിലാണ് അവർക്ക് വേർപാട്. എങ്ങനെയെങ്കിലും ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം. അങ്ങനെയുള്ള ഒരു സംഘമാണ് ഈ ഫരീസയർ. എന്നാൽ ഈ തീഷ്ണത, ദൈവവചനം അനുസരിക്കണം, ദൈവവചനത്തോടുള്ള തീഷ്ണത നിമിത്തം ഇവർ ചെയ്തത് ധാരാളം അവരുടെ സ്വന്തമായ നിയമങ്ങൾ, പാരമ്പര്യങ്ങളും ദൈവവചനത്തോട് കൂട്ടിച്ചേർത്തു. ഇതാണ് ഇവർ ചെയ്തത്. വളരെ ചുരുക്കമേ ഉള്ളവർ. ആ കാലഘട്ടത്തിൽ തന്നെ ജോസിഫസ് എന്ന എഴുത്തുകാരൻ പറയുന്ന 16,000 പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവരാണ് സാധാരണക്കാരായ ആളുകളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. സദ്ദൂക്യരൊക്കെ പണക്കാരായി, ഇവർ സാധാരണക്കാരാ. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ സമൂഹത്തിൽ വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഫരീസയർ. അവരുടെ വേദശാസ്ത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നുണ്ട്. ഫരീസയർ ദൈവവചനത്തിൻ്റെ ആധികാരികത അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ സർവാധിപത്യം അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ ദൂതന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്. അശുദ്ധാത്മാക്കൾ ഉണ്ടെന്നൊക്കെ അവർക്കറിയാം. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻ നിർണയത്തെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വേദശാസ്ത്രപരമായി സദ്ദൂക്യരെക്കാളൊക്കെ അവർ ദൈവവചനത്തെ അപ്ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ് ഫരീസയർ. നമുക്ക് പെട്ടെന്ന് ഫരീസയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ വരും. അത് നമ്മൾ അങ്ങനെ കേട്ട് പരിചയിച്ചത് കൊണ്ടാണ്. കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കുന്നതിൽ. അവർക്ക് പറ്റിയത് ഈ ദൈവത്തിൻ്റെ വചനത്തോടുള്ള തീഷ്ണത നിമിത്തം അവർക്കുള്ളുകൊണ്ടതനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് ബാഹ്യമായി മാത്രം അതിനെ അനുസരിച്ച് ആ നിലയിൽ കാപഠ്യമായ ആത്മീകത അവർ പുലർത്തിയ ആളുകളാണ്. അതാണ് അവരുടെ പ്രശ്നം. തീഷ്ണതയുണ്ട്, എന്നിട്ട് ഒരു നിയമം പാലിക്കേണ്ടതിന് ഉപനിയമങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ബൈബിളിൽ പറയാത്ത നിയമങ്ങളൂടെ ഉണ്ടാക്കി. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ബൈബിളിനോടുള്ള തീഷ്ണതയാണ്. അങ്ങനെ വന്ന് അവർക്ക് തന്നെ നിയമങ്ങൾ പാലിക്കാൻ കഴിയാതെ പ്രശ്നമായ ഒരു ഗ്രൂപ്പാണ് ഫരീസയരുടെ സംഘം. അങ്ങനെ ഈ നിയമം പാലിക്കാനുള്ള തീഷ്ണത നിമിത്തമാണ് അവർ മതത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യപരിപാടികൾ ചെയ്ത് നിയമങ്ങളെ ബാഹ്യമായിട്ട് മാത്രം അനുസരിച്ച് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവർ നോക്കി. നിങ്ങൾക്കറിയാമോ, യേശു തമ്പുരാനെ നേരിട്ട് കേട്ട ഗ്രൂപ്പാണ് ഫരീസയർ, ശാസ്ത്രിമാര്. യേശു തമ്പുരാൻ അത്ഭുതം ചെയ്യുന്ന നേരിട്ട് കണ്ടതാണ്. യേശു തമ്പുരാനുമായിട്ട് ഡിസ്കോഴ്സുകൾ, ഡയലോഗുകൾ നടത്തിയവരാണ്. അവരിൽ മിക്കവരും ഗുണപ്പെട്ടില്ല, മിക്കവരും നരകത്തിലാണ് പോയത്. ബൈബിളിലേക്ക് തീഷ്ണതയുണ്ട്, മതപരമായ ചടങ്ങുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. They went to hell. പെന്തിക്കോസി വരുന്നതല്ല വിടുതൽ. എന്താ പ്രശ്നമെന്നുള്ളത് കണ്ണു തുറന്നിരുന്ന് കേട്ടോണം. ഇവർ മുഴുവനും വിശ്വാസത്താലുള്ള നീതീകരണത്തിന് പകരം ഇങ്ങനെ ഞങ്ങൾ കുറേ നിയമങ്ങളും ഉപനിയമങ്ങളും അനുസരിച്ചാൽ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് ചിന്തിച്ച ആളുകളാണ്. അവരുടെ മെറിറ്റിൽ സ്വർഗത്തിൽ ചെല്ലാം എന്ന് മൗഢ്യമായി ചിന്തിച്ച ഒരു കൂട്ടരാണിവർ. അതാണ് ഇവർക്ക് പറ്റിയ അബദ്ധം. അവർ സ്വയനീതിയിൽ നിൽക്കുന്നവരായിരുന്നു.
അവരുടേതായിട്ടുള്ള നല്ല പ്രവൃത്തി നിമിത്തം അവർക്ക് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിച്ചു. ഈ ഫരീസയർ ഈ ആത്മീകമായ ഒരുപാട് കാര്യം കാണിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അവർ ഉള്ളത്തിൽ അവിശ്വാസികളായിരുന്നു. ഹൃദയത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളാതെ ബാഹ്യമായിട്ട് മാത്രം കുറെ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി അവർ ചിന്തിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാപഠ്യം അവരുടെ ജീവിതത്തിലുണ്ടായി. ശാസ്ത്രിമാർ, ഫരീസന്മാരിൽ പലരും ശാസ്ത്രിമാരാണ്. ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ബൈബിൾ സ്കോളേഴ്സ്, ദൈവവചനത്തെ അക്കാലഘട്ടത്തിൽ ആളുകൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന മതപണ്ഡിതന്മാർ. യേശു വന്നിട്ട് മനസ്സിലായില്ല, ആത്മീയതയൊന്നും മനസ്സിലായില്ല, പക്ഷെ ഭയങ്കര പണ്ഡിതന്മാരാണ്. യേശുവിൽ വിശ്വസിക്കാത്ത പലരും, മിക്കവരും they went to hell. ഇത് നമ്മളെ കണ്ണു തുറക്കണം. ഞാൻ പലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, യേശുവിനെ കാണുമ്പോൾ കല്ലെറിയണമെന്ന് തോന്നുക, യേശുവിനെ കാണുമ്പോൾ ഉടക്കണമെന്ന് തോന്നുക. അപ്പോൾ നമ്മൾ ചോദിക്കുക, ബ്രദറെ മെസ്സിയ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, അത് മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ റെഫറൻസ് എല്ലാം പറയും, അതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ യേശുവിനെ കണ്ടാൽ വാശിയാങ്ങ്. ഇതെന്തൊരാത്മീയമാണിത്? എല്ലാ വാക്യവും അറിയാം. നിങ്ങൾക്ക് 119 സങ്കീർത്തനം വിക്കി വിക്കി പറയുന്നതല്ല. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതെല്ലാം മനപ്പാഠമാക്കിയ പുള്ളികളുണ്ട്. യു മീൻ they went to hell? യേശുവിനെ കൈക്കൊള്ളാത്തവർ they went to hell. ഇതാണോ നമുക്കും പറ്റിപ്പോയത്? ഇതാണോ ഇന്നത്തെ ആത്മികർക്ക് പറ്റിപ്പോയത്? ചിന്തിക്ക് സുഹൃത്തുക്കളെ, ചിന്തിക്കുന്നത്. എപ്പോൾ നോക്കിയാലും ഉടക്ക്. അത്ഭുതപ്പെടുത്തുന്ന വിഷയം ഇതാണ്, യോഹന്നാന്റെ ശിഷ്യന്മാരെങ്ങനെ ഇവരുടെ കൂടെ കൂടിയെന്ന് ഓർത്തണം ഇത് കേട്ടോ. ഒരിക്കലും നേരെ ആകാത്തവന് പ്രവാചക ശബ്ദമായി നിന്നവൻ്റെ ശിഷ്യന്മാരോട് അവരുടെ കൂടെ ചെന്ന് ചേർന്നു. അതെന്താ? തീഷ്ണതയാ, തീഷ്ണത. യോഹന്നാൻ ആ സമയമായപ്പോഴത്തേക്ക് കാരാഗ്രഹത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞു കൊടുക്കാനുണ്ട്. മാത്രമല്ല, ഇതാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാ ശിഷ്യന്മാരും അവിടെ ഇല്ല. ധാരാളം കാരണങ്ങൾ നിമിത്തം യേശുവാണ് മെസ്സിയ എന്ന് അവരിൽ പലരും തിരിച്ചറിഞ്ഞില്ല. ഓർക്കുന്നില്ലേ, എഫെസോസിൽ പൗലോസ് എന്നപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കുറെ ശിഷ്യന്മാർ അവിടെ ഉണ്ട് യേശുവിനെ അറിയാതെ. അവരും ഇവരുടെ കൂടെ ചേരാൻ കാര്യമെന്താ? അവരൊക്കെ ഉപവസിക്കുന്നവരാ ബ്രദറേ, അവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. എല്ലാ ഉപവാസവും എല്ലാ പ്രാർത്ഥനയും ഒന്നും അത്ര കണ്ടീഷൻ അല്ല. മതപരമായി അത് ചെയ്താൽ പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ശിഷ്യന്മാരും ശാസ്ത്രിമാരുടെ കൂടെയും ഫരീസന്മാരുടെ കൂടെയും ചേർന്നു. ആ 33-ാം വാക്യം, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിക്കുന്നു. ഈ വാക്യത്തിൽ 3 ശിഷ്യന്മാർ. ഒന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ, അവർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു. രണ്ടാമത് പരീശന്മാരുടെ ശിഷ്യന്മാർ. പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. പരീശന്മാർ എത്ര തവണ പ്രാർത്ഥിക്കുന്നറിയാമോ? ഉപവസിച്ച് ആഴ്ചയിൽ 2 തവണ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഇനിയും അത് എഴുതിയെടുക്കും, എല്ലാ വ്യാഴാഴ്ചയും. പരീശന്മാർ ചെയ്തതായി പറയുന്നത്. അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഉപവസിക്കണമെന്ന് ഉണ്ടോ? ഇല്ല. ആണ്ടിലൊരിക്കൽ, ഓൺ ദ ഡേ ഓഫ് അറ്റോൺമെന്റ് ഉപവസിക്കണമെന്ന് നിയമമുണ്ട്. പക്ഷെ ഇവരെന്തിനാ പിന്നെ ആഴ്ചയിൽ 2 തവണ? അത് നിയമമല്ല, വോളണ്ടറി ആയിട്ട് അവർ ചെയ്യുകയാണ്. കുറച്ചുകൂടെ ദൈവം പറഞ്ഞത് ആണ്ടിൽ 1 ദിവസമേ ഉള്ളൂ, പക്ഷെ ഇവര് ആഴ്ചയിൽ 2 തവണ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ചന്തയുള്ള ദിവസമാണെങ്കിൽ ഉപവസിച്ച് അവിടെ പോയിക്കും. അവിടെ പോയി നിന്ന് കൈയൊക്കെ ഉയർത്തി പ്രാർത്ഥിച്ച് നാട്ടുകാരെ എല്ലാം കാണിക്കും, ഞാൻ ഭയങ്കര ഉപവാസമാണ്. ആത്മീകമായ വിഷയം മനുഷ്യരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പോലും ഈ ഫരീസയർ
വളച്ചൊടിച്ച് ആ നിലയിലാണ് അവർ മുന്നോട്ട് പോയത്, അവരുടെ ആത്മീയത മുന്നോട്ട് കൊണ്ടുപോയത്. പ്രശ്നം ഇവിടെ ഇതാണ്, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതാണ് വിഷയം. അപ്പം ഇതാണ് ഇപ്പം ശാസ്ത്രിമാരെയും ഫരീസയരെയും യോഹന്നാൻ്റെ ശിഷ്യന്മാരെയും അസ്വസ്ഥതപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് പാരമ്പര്യമായി ഞങ്ങൾ എടുക്കുന്ന റിച്വലായിട്ടുള്ള ഉപവാസവും ഒന്നും ചെയ്യാത്തത്? ദൈവം കൽപ്പിച്ചതല്ല, ന്യായപ്രമാണത്തിലുള്ളതല്ല, പക്ഷെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണല്ലോ. അതുപോലെ കണ്ടോ ഞങ്ങളുടെ തീഷ്ണത, ഞങ്ങളുടെ ആത്മീയം കണ്ടോ? വലിയ വലിയ പ്രസംഗമാണല്ലോ പറയുന്നത്. എന്താ ഇത്ര ആത്മീയം ഇല്ലാത്തത്? തിന്നുകയും കുടിക്കുകയൊക്കെ ആണല്ലോ. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പം യേശുവിനെ അവർ കോൺഫ്രണ്ട് ചെയ്തിട്ട് ഒരു വിശദീകരണം ചോദിക്കുകയാണ്. യഹൂദൻ്റെ മതപരമായ ആ സിസ്റ്റം എന്തുകൊണ്ട് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നില്ല? അപ്പോൾ ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം കൊടുക്കുക എന്നിങ്ങനെയുള്ളത് യഹൂദന്മാരുടെ ഇടയിലെ ഈ വിശുദ്ധി കാണിക്കാൻ വേണ്ടി, ഭക്തി കാണിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. എന്തെല്ലാം? ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദാനധർമ്മമുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിലാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് മത്തായി 6:1-18 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കർത്താവ് പറയുന്ന കപടഭക്തിക്കാരെ പോലെ അരുത്, ദാനധർമ്മം കൊടുക്കരുത്, കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്, കപടഭക്തിക്കാരെ പോലെ ഉപവസിക്കരുത്. ഉപവാസം വേണ്ടെന്നല്ല, ഇവന്മാർ ചെയ്ത പോലെ ചെയ്യരുത്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആളുകൾ ഉപവസിക്കാത്തത്? അപ്പം കർത്താവ് അതിന് ഒരു മറുപടി പറയുന്നത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. 34-ാം വാക്യം. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? യേശു തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഈ മതപരമായ ചടങ്ങ്, ന്യായപ്രമാണത്തിൽ പറയുന്നതല്ല, നിങ്ങൾ ചടങ്ങായി ഈ കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ ശിഷ്യന്മാരത് ചെയ്യുന്നില്ല. കാരണം എന്താ? യേശു പറയാണ്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവാളൻ്റെ സ്നേഹിതർ അവര് ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? അപ്പം കർത്താവ് ഇവിടെ അവിടുത്തെ ശിഷ്യന്മാരെ ഡിഫെൻഡ് ചെയ്യുകയാണ്. അവരുടെ ആ ബിഹേവിയർ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവിടെ കർത്താവ് മണവാളനായിട്ടും തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ, മണവാളൻ തോഴ്മക്കാരോടുകൂടി ഉള്ളപ്പോൾ, ആരെ ഈ തോഴ്മക്കാരൻ? കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ആലങ്കാരികമായി പറയുകയാണ്. നമ്മൾ ഇന്ന് പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്. ഇപ്പം കർത്താവ് പറയുകയാണ്. അപ്പം ഒരു കർത്താവ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് കല്യാണ ഭാഷ. ഇവിടെ കല്യാണത്തിന് മണവാളനുണ്ട്, മണവാളൻ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്ന മണവാളൻ്റെ കൂട്ടുകാരുണ്ട്, സ്നേഹിതരുണ്ട്. ഇവരെല്ലാം കൂടെ കടന്നു വന്നിരിക്കുകയാണ് കല്യാണത്തിന്. അപ്പം കർത്താവും തോഴ്മക്കാരുമായിട്ടുള്ള ആ ബന്ധമാണ്. കല്യാണത്തിന് വന്നിരിക്കുക. കല്യാണത്തിന് വരുമ്പോൾ ഭക്ഷണമില്ല, ഉപവസിക്കണമെന്ന് പറയുന്നത് ന്യായമാണോ? അങ്ങനെ ഒരു കല്യാണമുണ്ടോ? കല്യാണത്തിന് എന്താ പ്രതീക്ഷിക്കുന്നത്? അത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ കല്യാണം ഏകദേശം 7 ദിവസം കാണും, ഒരാഴ്ച മുഴുവൻ. ഒരാഴ്ച മുഴുവനും ഈ ബ്രൈഡ് ഗ്രൂമിൻ്റെ അപ്പൻ്റെ നേതൃത്വത്തിൽ ഇഷ്ടം പോലെ ആഹാരമുണ്ട്, സന്തോഷമുണ്ട്, സംസാരമുണ്ട്, അങ്ങനെ ഭയങ്കര ആഘോഷമാണ്. ഇതിനിടയ്ക്ക് ഉപവാസമല്ല, ദുഃഖിച്ചിരിക്കാനുള്ള സമയമല്ല. യഹൂദന്മാര്, ഈ ശാസ്ത്രിമാരും ഫരീസയന്മാരും ഉപവാസത്തെ എടുത്തിരിക്കുന്നത് ദുഃഖത്തിൻ്റെ മുഖം കാണിച്ച് ആളുകളെ ഇംപ്രസ് ചെയ്യാനാണ്. യേശു പറയാ, ഞാനിപ്പോൾ അവരോട് കൂടെ ഉണ്ട്,
അവരിപ്പോൾ സന്തോഷിക്കുന്ന സമയമാ, ദുഃഖിച്ചിരിക്കുന്ന സമയമല്ല. ഇത് ഇറ്റ്സ് ലൈക്ക് എ വെഡിങ്. ഭയങ്കര ആനന്ദത്തിൻ്റെ ദിവസമാണ്. ഇവിടെ ശ്രദ്ധിച്ച് ദൈവമക്കൾ കേൾക്കണം. യേശു കൂടെ ഉള്ളവന് സന്തോഷമാണ് വേദപുസ്തകം പറയുന്നത്. മൂകമായി ചിലരുടെ മുഖമൊക്കെ കണ്ടാൽ ഞാനവർക്ക് എന്താണ് ഇവർക്ക്, എന്താണ് പ്രശ്നം, എന്താണ്? നമ്മളിത് മനസ്സിലാക്കണം. യേശുവിൻ്റെ മക്കൾക്കും യേശുവിൻ്റെ കൂടെയുള്ളവർക്ക് സന്തോഷമാണ്. യേശു അങ്ങനെയാണ് അനാലജി പറയുന്നത്. മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി ചെയ്യടാ. ഒറ്റ ഉപവാസത്തിൻ്റെ ദിവസമുള്ള വർഷത്തിൽ, ബാക്കി എടുക്കുന്നതെല്ലാം അവരവർ സ്വയമായി സമർപ്പിക്കപ്പെട്ടെടുക്കുന്നതാ. കല്യാണം നടക്കുന്ന സമയത്ത് വോളണ്ടറി ആയിട്ട് ആരും ഉപവാസം എടുക്കത്തില്ല. അത് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ശരിക്കും ദൈവരാജ്യം എന്താ? റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കാറ് കിട്ടിയത്, വീട് കിട്ടിയ ഇതൊന്നുമല്ല സന്തോഷം. യേശുവിനെ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അന്തരാത്മാവിൽ ഒരു ആത്മീക സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ 4:4 പൗലോസ് പറയുന്ന, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അതാണ് ക്രിസ്ത്യാനിറ്റി. ചിലപ്പോഴല്ല, എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എന്താണ് ഈ ഫരീസയർക്ക് പറ്റിയത്? ബൈബിളിൽ ഇല്ലാത്ത ഒരു കൂട്ടം നിയമങ്ങളോടുള്ള അചഞ്ചലമായ അനുസരണമായ നിയമവാദത്തിൽ നിൽക്കുക. ലീഗലിസം. ഇവിടെ തെറ്റിയാൽ അവിടെ ഇന്ന് വെള്ള ഷർട്ടല്ലേ തീർന്നു. എന്തെങ്കിലും വചനത്തിലുണ്ടോ? ഇല്ല, വചനത്തോട് കൂട്ടിച്ചേർത്തിരിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യം നമ്മുടെ ഇടയിലുമുണ്ട്. ബൈബിളിലുണ്ടോ ബ്രദറെ? ബൈബിളിലില്ല, ഞങ്ങളിങ്ങനെയാ. അതിലേതെങ്കിലും ഒന്ന് മാറിപ്പോയാൽ എന്താണ് പ്രശ്നം? അശുദ്ധിയ. വിശുദ്ധനല്ല. ഇങ്ങനെയുള്ള വചനത്തിൽ ഇല്ലാത്ത നിയമവാദത്തിൽ നിങ്ങൾ നിന്നാൽ അതൊരു ബന്ധനമാണ്. നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും കെടുത്തുന്നതാണ്. ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കരുതെന്നല്ല പറഞ്ഞത്. വചനമാണ്. വി ആർ സറണ്ടർഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അല്ലാതെ വേർഡിനെ വ്യാഖ്യാനിച്ച് വേറെ എന്തൊക്കെയൊന്നും അല്ല. സ്തോത്രം. ഒരുപാട് കാര്യമുണ്ട് നമ്മുടെ ഇടയിലും. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വേർപെട്ട സമൂഹത്തിൽ അതൊക്കെയാണ് ഭക്തിയുടെ അടയാളങ്ങളായിട്ട് പലരും ചിന്തിച്ചിരിക്കുന്നത്. നോ, യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? ഇതാണ് യേശുവിൻ്റെ ന്യായം. നിങ്ങളുടെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന ഉപവാസം നിയമത്തിലുള്ളതല്ല. നിയമത്തോട് നിങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുക. നിങ്ങളത് ഇഷ്ടതയാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഉപവാസത്തിന് വന്ന് വാടിയ മുഖത്തോടെ നിങ്ങൾ ഇരുന്ന് ആളുകളെ കാണിക്കുന്നു. അതിനല്ലേ നിങ്ങൾ ഉപവസിക്കുന്നത്? ഞാൻ ഇവരുടെ കൂടെ ഉള്ളപ്പോൾ ഇവർക്ക് അങ്ങനെ ദുഃഖിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവിടെ വലിയ വെഡിങ് നടക്കുകയാണ്. മത്തായി 9:15 ഇതിന് തുല്യമായി കിടക്കുന്ന വാക്യം നോക്കിയേ. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദിവസമുണ്ട്. ഇനി 35-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാനത് പറയാം. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അവരോട് കൂടെയുണ്ട്. ദിസ് ഇസ് എ ടൈം ഫോർ ജോയ്ഫുൾ
ഭയങ്കര ജോയാണ്, ഒരു വെഡ്ഡിങ് പോലെയാണ്. പക്ഷെ കർത്താവ് ഇതിനകത്ത് ഒരു സൂചന കൊടുക്കുകയാണ്. അവർക്കന്നത് മനസ്സിലായില്ല, ഈവൻ ശിഷ്യന്മാർക്ക് പോലും. വരാൻ പോകുന്ന ഗെത്സമനയിലെ അറസ്റ്റും 6 കോടതികളിൽ മാറി മാറി കർത്താവിനെ വിസ്തരിക്കുന്നതും അവസാനം കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതൊക്കെ അതിനൊരു സൂചനയാണ്. മണവാളൻ മാറുന്ന സമയം വരും. അതാണ് 35-ാം വാക്യം. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ട കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. അതേതാ കാലം? ക്രൂശ് മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയ്ക്കുള്ള കാലം. അന്നവർ ദുഃഖിക്കണം, അന്നവർ ദുഃഖിക്കണം. അപ്പൊ പുനരുത്ഥാനമൊക്കെ കഴിഞ്ഞോ? പെന്തക്കോസ്ത് ദിവസം വന്നു. സഭ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവിനെ പ്രാപിച്ചവർ അങ്ങനെ ഒരു ബോഡിയായിട്ട് ദൈവസഭയായി. അവിടെയും ജോയാണ്. തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അവർ ഉപവസിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഉപവസിക്കുന്നത് മതനിയമം കൊണ്ടല്ല, ഒരു കൽപ്പനയും ഉണ്ടായിട്ടല്ല. വോളണ്ടറിയായി, ഒരു ക്രിസ്ത്യൻ ഡിസിപ്ലിനായി. ഒരു ശിഷ്യനാണോ, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് മീ, ഭക്ഷണം വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും സഭായുഗത്തിലുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അതുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ 40 ദിവസം ഉപവസിച്ചില്ലേ? അപ്പൊ ഉപവാസത്തിനെതിരല്ല ന്യൂ ടെസ്റ്റമെന്റ്. എന്നാൽ ഫരീസയൻ ചെയ്ത ഉപവാസമല്ല നമ്മൾ എടുക്കുന്നത്. ആളുകളെ കാണിക്കാനല്ല, ആരും നിർബന്ധിച്ചിട്ടുമല്ല, വോളണ്ടറിയായി എൻ്റെ ആത്മീക ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഭക്ഷണം വെടിഞ്ഞ് ഞാൻ ദൈവസന്നിധിയിലിരിക്കുക. എത്ര നേരമാണ്? ഏത് ദിവസം? എല്ലാ വെള്ളിയാഴ്ചയും കേട്ടോ, 3 വെള്ളിയാഴ്ച. ഒരു നിയമവും ഇല്ല അങ്ങനെ. അതെല്ലാം വോളണ്ടറിയാണ്. വെള്ളിയാഴ്ചയാണോ നിങ്ങൾക്ക്? ഒരാൾക്ക് വ്യാഴാഴ്ചയാണോ? ഒരാൾക്ക് ബുധനാഴ്ചയാണോ? അത് അവരും ദൈവവുമായിട്ടുള്ള സമർപ്പണമാണ്, അവരവരെടുക്കുന്ന തീരുമാനമാണ്. സ്തോത്രം. ആരെയും കാണിക്കാനല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം വിടാം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ എനിക്ക് ഉപവസിക്കണം എന്ന് ഒരാൾക്ക് വ്യക്തിപരമായിരിക്കാം, അല്ലെങ്കിൽ സഭയായിട്ട് ഒരു ആത്മനിയോഗം തരുമ്പോൾ നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുക. അല്ല മാസം തോറും ഏതോ നിയമമല്ലിത്. മാസം തോറും 3ഉം 7ഉം ഒക്കെ ഇരിക്കുന്നത് നല്ലതാ, നിയമമല്ലത്. 21 വർഷം ഇരുന്നില്ലേൽ പ്രശ്നമാണ്, നിയമമല്ലത്. അതൊക്കെ ആത്മാവിൻ്റെ നടത്തിപ്പിൽ ചെയ്യുക. ആ സമയങ്ങൾ ഭയങ്കര സന്തോഷം. കാരണം യേശുവിൻ്റെ സാന്നിധ്യം കുറച്ചുകൂടെ അനുഭവിച്ച് സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായി മാറുക. ദൈവവചനം പിന്നെയും പഠിക്കുന്നു, കർത്താവിനോട് പിന്നെയും അടുക്കുന്നു. അല്ലാതെ ഫരീസയർ ചെയ്തതുപോലെ അല്ല. അത് ചടങ്ങുകളായി മത നിയമങ്ങളായി ഉണ്ടാക്കി മനുഷ്യനെ അടിച്ചേൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ട കാലം വരും. അപ്പം മറഞ്ഞിരിക്കുന്നൊരു സൂചനയാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നത്. ആ കാലത്ത് സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കേണ്ടതെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവ് ക്രൂശ് മരണത്തിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരെ ബലപ്പെടുത്തി പറയുന്നത്, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പണം കൂടിയുണ്ടുള്ള സന്തോഷം ആ കാര്യമല്ല ഞാൻ പറയുന്നത്. വാഹനങ്ങളൊന്നിലധികം ഉള്ള സന്തോഷമൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ആരോഗ്യം, അതിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യമല്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഞാനിവിടെ പറയുന്നത് പാപത്തെ കർത്താവ് ക്ഷമിച്ച് യേശുക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഊഷ്മള ബന്ധത്തിൽ നിന്നുള്ള അടക്കാൻ കഴിയാത്ത ആ സന്തോഷം, അതൊരു ദൈവ പൈതലിൻ്റെ അനുഭവമാണ്. അതൊരിക്കലും നമ്മളിൽ നിന്ന് മാറത്തില്ല.
സ്തോത്രം. ഇത് ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു. ഇനിയുമാണ് ദൂത് കിടക്കുന്നത്. 36 വാക്യം മുതൽ 2 ഉപമകൾ കർത്താവ് പറയാം. ഉപമ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ അർത്ഥം വെളിപ്പെടുത്തുന്ന ഭൗമികമായ ഒരു കഥ. അങ്ങനെ 2 കഥകൾ. അതിലെ ഒന്നാമത്തെ. അപ്പം വിഷയം നമ്മൾ വിടരുത്, അല്ലേ? ഞാൻ ഇത്രയും നിങ്ങളെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഒരുപാട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ വിട്ടിട്ട് നിങ്ങൾ ഈ പ്രധാന കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പശ്ചാത്തലം മറക്കരുത്. എന്താണ് പശ്ചാത്തലം? ഫരീസയരും ശാസ്ത്രിമാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും കൂടെ കയറി കർത്താവിനെ ചോദ്യം ചെയ്യുക. വിഷയം ഇതാണ്: ഉപവാസം. ഞങ്ങൾ ആത്മീയരാ, ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഉപവസിക്കുന്ന അന്നെങ്ങാനുമാണോ ഈ ലേവിയുടെ വീട്ടിൽ ഈ ബാൻക്വറ്റ് കൊടുത്തിരിക്കുന്നതെന്ന്? കാരണം അതായിരിക്കും അവരെ ചൊടിപ്പിച്ചത്. മത്തായിയുടെ വീട്ടിലായി കാര്യം നടക്കുന്നത്. മത്തായിച്ചൻ എന്ത് പറ്റി? മത്തായിച്ചൻ കർത്താവിനെ അറിഞ്ഞു, എല്ലാം വിട്ട് കർത്താവിൻ്റെ പുറകെ പോവുക. മത്തായിച്ചൻ്റെ വീട് വലിയ വീടാണ്. അപ്പോൾ യേശുവിനെ വിളിച്ചു. നാട്ടിലുള്ള സകല പാപിയും എല്ലാം മത്തായിച്ചൻ്റെ തന്നെ ഇൻഫ്ലുവൻസുള്ള ആളുകളായി മൊത്തം എണ്ണത്തെ വിളിച്ചിട്ടുണ്ട്. ശരിക്കും ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. സുവിശേഷികളുടെ അങ്ങനെ നടക്കേണ്ടത്. ഇവിടെ ബർത്ത്ഡേ വെച്ചാലോ വെഡ്ഡിങ് ആനിവേഴ്സറി വെച്ചാലോ പാവമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അയ്യോ, നിങ്ങൾക്കുള്ളതല്ലിത്. യോഗം വെച്ച് ഇതെല്ലാം വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? കേക്ക് തിന്നാനുള്ള ആഗ്രഹമല്ല, യേശുവിനെ കൊടുക്കണം. മത്തായിക്ക് ഭയങ്കര മാറ്റമുണ്ടായി. അത് നാടിനെ അറിയിക്കണം, കൂട്ടുകാരെ അറിയിക്കണം. അങ്ങനെ യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു. യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്. ഇങ്ങനെ ഈ വലിയ കൂട്ടുകാരെല്ലാം കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലം. ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ ആത്മീയരാണോ? എന്താ നിങ്ങളിപ്പോൾ ഈ കഴിക്കാൻ കുടിക്കുന്നത്? ഞങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് ആ ദിവസങ്ങളിൽ വല്ലതും ആണോ എന്നുള്ള ഒരു സംശയം ഞാൻ ഉന്നയിക്കുക. അത് നിങ്ങളുടെ റിസർച്ചിന് ഞാൻ വിടുക. ദൂത് കർത്താവ് 2 ഉപമകളിലൂടെയാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. ഒന്നാമത്തെ 36 വാക്യം. ഒരു ഉപമയും അവരോട് പറഞ്ഞു: ആരും കൊടിത്തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. എന്താ അർത്ഥം? ഷർട്ടോ സാരിയോ എന്തെങ്കിലും ആട്ടെ, പുതിയതാ. അപ്പം പുതിയതിൽ നിന്ന് ഞാനിത് മുറിക്കുന്നു. അതെന്തിനാ മുറിച്ചേ? അല്ല, പഴയത് ഇച്ചിരി കീറിയിരിക്കുക, അവിടെ തേച്ച് വെക്കാൻ വേണ്ടി. കാരണം പഴയത് നമുക്ക് കളയരുത്. പഴയത് നല്ലതാണ്. പഴയതെൻ്റെ അതിനൊത്തിരി പാരമ്പര്യമുള്ളതാണ്. വലിയ നല്ല ഷർട്ടാണ്, അത് കളയരുത്. പാസ്റ്ററെ, അപ്പം ഈ പുതിയത് കീറിപ്പോത്തില്ലയോ? ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഓ, പുതിയത് കീറിപ്പോ. അപ്പോൾ പഴയതിനോട് ഏച്ചു വെച്ചു. പാസ്റ്റർ, ഇതൊന്ന് കഴുകിയിട്ടാണോ? ഇല്ല, കഴുകാൻ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ പഴയതിനോട് ഏച്ച് വെച്ചാലേ ഇത് കഴുകുമ്പോൾ അത് കീറിപ്പോത്തില്ലേ? കാരണം ഇത് ചുരുങ്ങും. മറ്റേത് ചുരുങ്ങി ഒരു പരുവത്തിലായിരിക്കുക. അപ്പം നഷ്ടം എവിടെയൊക്കെയുണ്ട്? പുതിയതും നഷ്ടപ്പെട്ടു, പഴയതും. മനസ്സിലാവോ എന്താ ഈ കർത്താവ് പറഞ്ഞു വരുന്നതെന്നറിയാമോ? നിങ്ങളും ഞാൻ പറയുന്നതുമായിട്ട് ചേരത്തില്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സമ്പ്രദായത്തോട് ഏച്ചു വെക്കാനല്ല. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ കാര്യമാണ്. ദൈവരാജ്യം പുതിയ കാര്യമാണ്. അത് നിങ്ങളുടെ കാര്യത്തോട് ഏച്ചു വെച്ചാൽ രണ്ടും അനുഭവിക്കാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പല ആൾക്ക്. ഞങ്ങളുടെ സഭയിൽ അങ്ങനായിരുന്നു. എന്തോ ചെയ്യാനാ? ഇവിടെ പുതുതാ കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈ ആകത്തില്ല. കാരണം നാം വിശുദ്ധി എന്ന് ചിന്തിച്ച പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ഈ തലമണ്ട മുഴുവൻ നിറച്ചു വന്നിരിക്കുക. ദൈവവചനം എങ്ങനെയാണ്? ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വിശ്വാസത്താലാണ് നീതീകരണം എന്ന് പറഞ്ഞാൽ, അല്ല അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്ത് നോക്കട്ടെ. എങ്ങുമില്ലാതായി പോവും. ഇതാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അസ്വസ്ഥരാകുന്നത്. മോളെ 36 വാക്യം.
ഒന്ന് വായിര്, എന്നിട്ട് ഒന്നുകൂടെ ഞാനതൊന്ന് പറയാം. ഇതാണ് നമ്മുടെ അകത്ത് കയറേണ്ടത്. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് tears a piece of cloth from a new garment, കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. നിർത്തണം, ഒരിക്കലും ചെയ്യില്ല. ചെയ്യുന്നവൻ 1ാം ക്ലാസ് മൂഢനാണ്. മനസ്സിലായോ? പാരമ്പര്യമായി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഇതുകൂടെ ആകട്ടെ, എല്ലാം കൂടെ കൂട്ടി ഒരു പുതിയ അവിയൽ. അയ്യോ, അങ്ങനല്ല. ആത്മീകമായിട്ട് ചിന്തിക്കണം. കർത്താവ് എത്ര ലളിതമായിട്ടാണ് കാര്യം പറയുന്നത്. പഴയ പീസ് ഓഫ് ക്ലോത്ത്, ആരും ആ പഴയ പീസിൽ പുതിയതിനെ വെട്ടി അങ്ങോട്ട് തുന്നി തയ്ക്കത്തില്ല. അങ്ങനെ ചെയ്താലോ സൂപ്പർ മണ്ടനെ ചെയ്യത്തുള്ളൂ. ഒന്നാമത്, അത്രയും വായിച്ചാൽ ഞാൻ പറയാം. ഒന്നാമത്, പുതിയ ഒരു വസ്ത്രത്തിൽ നിന്ന് ഒരു പീസ് വെട്ടി മുറിക്കാന്ന് പറഞ്ഞാൽ, അയ്യോ, ആ പുതിയത് തീർന്നില്ലേ? അത് ഷർട്ടോ സാരിയോ അല്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു ബെഡ്ഷീറ്റ് എന്ന് വിചാരിക്കരുത്. പഴയതിനെ രക്ഷപ്പെടുത്താൻ പുതിയതെന്ന് കട്ട് ചെയ്ത് അതിനെക്കാട്ട് മണ്ടം വേറെ വലിയ ഉണ്ടോ? സ്തോത്രം. 2, പഴയതിനോട് ഞാൻ ഇതങ്ങോട്ട് തുന്നി തയ്ക്കുകയാണെന്ന് ഇരിക്കട്ടെ, പക്ഷെ പഴയത് വർഷം ഇത് കുറേയായി, അതിൻ്റെ പുള്ളിയും കളറും എല്ലാം പോയി. ഈ പുതിയത് അങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചേരുമോ? ഇപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, പുതിയതിൽ നിന്ന് കീറിയാൽ പുതിയത് പോക്കാം. 2, എങ്ങോട്ടായി തുന്നി വെക്കുന്നത്? പഴയത് കുറേ വർഷമായില്ലേ, പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അന്ന് സൂപ്പറായിരുന്നു. പക്ഷെ നാളിത് കുറേയായി ഫെയ്ഡഡ് ആയിപ്പോയി. ഇത് കൊള്ളതില്ല. കൊള്ളാത്ത കാര്യത്തെ ഈ പുതിയത് കൊണ്ട് വെച്ചാൽ അതെന്തൊരു അഭംഗിയായത്. അതാണ് 2ാമത്തെ പ്രശ്നം. 3ാമത്തെ പ്രശ്നത്തിന് ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായി 9:16. കോടി തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചിന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും. എന്ന് പറഞ്ഞാൽ ഈ പഴയത് പലതവണ വാഷിംഗ് മെഷീനിൽ ഇട്ട് അടിച്ചത് ഓർക്കുന്നോ? അത് ചുരുങ്ങാനുള്ളതെല്ലാം ചുരുങ്ങി. നീ വാഷിംഗ് മെഷീൻ അല്ല, പാറയെ കൊണ്ടിട്ട് അടിച്ചാലും അത് ചുരുങ്ങുകയില്ല. നമ്മളിതിനെ ഒരു പരുവമാക്കി 10 വർഷം കൊണ്ട് കൈകാര്യം ചെയ്യുക. അവത്തേലോട്ട് ഈ പുതിയത് കൊണ്ട് തയ്ച്ച് വെച്ചാൽ പുതിയതെന്ത് ചെയ്യും? ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ എന്ത് പറ്റും? കീറും. സ്തോത്രം. മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം എന്താന്ന് പറയാം. എന്താ കർത്താവ് പറയുന്നത്? യഥാർത്ഥ ഭക്തി കൊണ്ടുവരാനാണ് കർത്താവ് വന്നത്. അത് ഫരീസയന്മാരുടെ സ്വയനീതിയുടെ മതത്തിൻ്റെ സിസ്റ്റത്തോട് കൂട്ടിച്ചേർക്കരുത്, ചേർക്കാൻ ഒക്കത്തില്ലെന്ന് ഈ വലിയ ബൈബിൾ സ്കോളർ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. ഹോ, കർത്താവിനെ ഒന്ന് കുരുക്കാൻ കണ്ടത് എന്നോ തീറ്റിയാണ്. എല്ലാം കൂടെ തിന്നേം കുടിക്കുക. നമ്മളാണ് എന്ത് ഭക്തിയാ, വലിയ വലിയ കാര്യം, ദൈവരാജ്യം ദൈവരാജ്യം. എന്നിട്ട് എന്തുവാ കർത്താവ് പറയാം, മോനെ ഇത് വേറെ അറ്റിയ, വേറെ നിങ്ങളുടേതുമായിട്ട് പറ്റത്തില്ല. ഇതായി പറയുന്നതിൻ്റെ അർത്ഥം. അവരവരെ തന്നെ നീതിമാന്മാരായിട്ട് കാണുന്നു. അവരെ തന്നെ നീതിമാന്മാരായിട്ട് കരുതുമ്പോൾ യേശു വന്ന് പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുക. ഇത് നമ്മളെങ്ങനെ ചേരുന്നത്? നമ്മളിപ്പോൾ നീതിയായി, പള്ളിയിലെ വലിയ ട്രസ്റ്റിയായി, വലിയ സെക്രട്ടറി ആയി നിൽക്കുക. യേശു ഇങ്ങോട്ട് വന്ന് പറയാം മാനസാന്തരപ്പെടുക. ഇതെങ്ങനെ ചേരുന്നത്? അവർ ഭയങ്കരമായി ഒരു ഒരു ഉന്നത ഭാവമുള്ളവരായിരുന്നു അവരുടെ മതപരമായ കാര്യങ്ങളിൽ. യേശു വന്ന് പറയുന്നത് എന്താ? താഴ്മയുടെ സന്ദേശം. It doesn't work. അവർ മുഴുവനും ചിന്തിച്ചത് പുറത്തെ ഭംഗിയാണ്. യേശു വന്നതോ ഹൃദയം
മാറണം. കണ്ടോ, രണ്ട് സിസ്റ്റം ഡസൻ വർക്ക്. ഇതാണ് ഇവിടെയും പറ്റിയത്. ഒരുപാട് ആളുകൾ നിന്ന് പാട്ട് പാടുക, വേറെ ഏതാണ്ട് അകം മാറുന്ന ഒരു വലിയ പ്രക്രിയയാണ് പുതിയ ഉടമ്പടിയിൽ നടക്കേണ്ടത്. ഈ പുറത്തെ പരിപാടി കൊണ്ട് കാര്യം നടക്കത്തില്ല. അതുപോലെ പല പള്ളികളിൽ നിന്ന് വന്ന പുള്ളികളുണ്ട് കേട്ടോ, അവർ അസ്വസ്ഥരാകും. പ്രത്യേകിച്ച് മറ്റ് പല വേർപെട്ട സമൂഹത്തിൽ വന്ന് ഞങ്ങളവിടെ അങ്ങനെ ഞങ്ങളെ പിടിക്കാനായ. എടാ, നിങ്ങളുടെ അവിടെ എന്ത് വലുമാട്ട്? ഇവിടെ ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞു തരുന്നത്. അതും ഇതും കൂടെ ചേരത്തില്ല. ദൈവവചനപ്രകാരമുള്ള പാരമ്പര്യങ്ങൾക്കായി സ്തോത്രം. വചനവിരുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയുടെ മാനദണ്ഡമാണെന്ന് ചിന്തിച്ചാൽ തെറ്റി. സ്തോത്രം. ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് വേണ്ടത് മനുഷ്യരുടെ അപ്രൂവലാണ്. ആളുകളല്ല എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ നല്ല പ്രാർത്ഥനക്കാരനാണ്. ഓ, പ്രൈസ് ദ ലോർഡ്. കർത്താവ് വന്നത് ബാഹ്യമായി ആരുടെയും അപ്രൂവലിന് വേണ്ടിയല്ല, ഹൃദയം മാറുവാൻ വേണ്ടി. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഈ പഴയ തുണി എന്നുദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ പഴയ തുണി, ഇതിൽ പുതിയതിൻ്റെ ഒരംശം വെട്ടിയെടുത്ത് വെക്കുക, അതാരും ചെയ്യത്തില്ല. അപ്പോൾ ഈ പഴയ തുണി ഏതാ? പഴയ നിയമമാണെന്നാ തോന്നുന്ന അല്ല. പഴയ നിയമം ദൈവത്തിൽ നിന്ന് വന്നതാണ്. അത് സത്യവചനമാണ്, അത് ദൈവത്തിൻ്റെ വചനമാണ്. പിന്നെന്തുവാണ് ഈ പഴയ കാർമൻ? വചനത്തിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പഴയ തുണി. മനസ്സിലാക്കണം അത്. അല്ല, ചിലർ ദുർവ്യാഖ്യാൻ പറഞ്ഞു പഴയ നിയമം ഒന്നും ഇനിയും വേണ്ട. അങ്ങനല്ല. ഞാൻ 66 പുസ്തകങ്ങൾ ദൈവവചനമായി വിശ്വസിക്കുന്ന ആളാണ്. സ്തോത്രം. യേശു വന്നിരിക്കുന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാ. പക്ഷെ ഇവിടെ അർത്ഥമാക്കുന്നത് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള, അവരുടെ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള, അവരുടെ റബിമാർ പഠിപ്പിച്ച കുറെ മാനുഷിക നിർമ്മിതമായ പാരമ്പര്യങ്ങൾ, അത് നിമിത്തമാണ് ദൈവത്തിൻ്റെ സത്യവചനം പോലും മറയപ്പെട്ടത്. ആ റബിമാരുടെ പാരമ്പര്യ നിയമങ്ങളാണ് ഈ പഴയ തുണി. അതിനോട് കൂടി ചേർക്കരുത്. പെന്തിക്കോസുകാരൻ്റെ പഴയ പാരമ്പര്യം വചനത്തിൽ ഇല്ലാത്തത് ഇവിടെ കൊണ്ടുവരരുത്. സ്തോത്രം. സ്വതന്ത്രമായിക്കോണം, ഇന്ന് സ്വതന്ത്രമായിക്കോണം. ബൈബിളിൽ എന്തുണ്ട് അതാ സത്യം. അതിനോട് ചേർക്കുന്നതെല്ലാം നല്ല കാര്യങ്ങൾ ചിലതുണ്ട്, പക്ഷെ വിശുദ്ധിയെ അളക്കുന്നത് അങ്ങനല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യേശു വന്നിരിക്കുന്നത് അവരുടെ സിസ്റ്റത്തോട് പാച്ച് വർക്ക് ചെയ്യാനല്ല. യേശു വന്നത് അത് മുഴുവനും റീപ്ലേസ് ചെയ്യാനാ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ആത്മരക്ഷ. അവര് പറഞ്ഞു സൽപ്രവൃത്തിയാലാണ്. ഒരു ആളും സൽപ്രവൃത്തികൾ കൊണ്ട് രക്ഷപ്പെടത്തില്ല, വിശ്വാസത്താലാണ്. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൂടെ വേണ്ടേ? വേറെ ഒന്നും വേണ്ട. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. നീതീകരിക്കപ്പെട്ടവനാണ് സൽപ്രവൃത്തി. സ്തോത്രം. ഇതാണ് ആ ഒന്നാമത്തെ ഇത്. ഇനി 37-38 വാക്യം, രണ്ടാമത്തെ ഉപമ. ഇതിന് തത്തുല്യമായി ഉള്ള ഒരു ഉപമയാണ്. ഒന്ന് വായിക്കാമോ? ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. ഈ വീഞ്ഞ് പകരുന്ന തുരുത്തിയ വൈൻ സ്കിൻ, അതാണ് ശരിക്കും കണ്ടെയ്നർ. അത് ഈ മൃഗങ്ങളുടെ തോല് ട്രീറ്റ് ചെയ്തിട്ടാണ് അതുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ആട്ടും തോലൊക്കെ, വെള്ളം, പാല്, അതുപോലെ വീഞ്ഞ്,
ഇതൊക്കെ അവർ കരുതുന്നത് ഈ തുരുത്തിക്കകത്താണ്. അപ്പോൾ ഇവിടെ നോക്ക്, ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. വായിക്കുമോളെ, ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ എന്ത് പറ്റും? പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും. അപ്പം വീഞ്ഞ് നഷ്ടപ്പെടും. തുരുത്തിയെ പൊളിക്കുമെന്ന് പറഞ്ഞാൽ പഴയ തുരുത്തിയും പോകാം. അടുത്തത് തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വയ്ക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് മതി. അത് 39-ാം വാക്യമാണ്. എന്താ വിഷയം? ശ്രദ്ധിച്ചു കേൾക്കണം. പഴയ തുരുത്തി പണ്ട് വീഞ്ഞ് പകർന്നപ്പോൾ ഈ വീഞ്ഞ് ഫെർമെൻ്റ് ചെയ്യും. ചിലൊക്കെ തല കൊടുക്കുന്നു. ശരിയാ എന്തൊരു പരിചയം അല്ലേ? ഇത് ഫെർമെൻ്റ് ചെയ്യുമ്പോഴേ അന്ന് ഈ തുരുത്തി വികസിച്ചു. അതിനെ മാക്സിമം അത് ചെന്നു. അതാണ് പഴയ തുരുത്തി. ഇതിൽ പുതിയ വീഞ്ഞ് പകർന്നാൽ ഈ പുതിയത് ഫെർമെൻ്റ് ചെയ്യും, ഗ്യാസുകൾ വരും. അത് പിന്നെയും ചെന്ന് ഭിത്തികളിൽ അത് വികസിക്കാനായിട്ടുള്ള ഗ്യാസസ് വരും, പൊട്ടും. കാരണം മറ്റേതിൻ്റെ മാക്സിമം അത് വികസിച്ചതാ. ഇനിയും പുതിയത് അതിനെ ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും പുതുവീഞ്ഞ് പകർന്നാൽ വീഞ്ഞ് തൂകിപ്പോകും, പഴയ തുരുത്തിയും പോകും. എന്നിട്ട് കർത്താവ് പറയാ, ചെയ്യേണ്ടത് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വേണം പകരാൻ. എന്ന് പറഞ്ഞാൽ യേശു കൊണ്ടുവരുന്ന ഈ പുതിയ ആത്മീകത, ദൈവത്തിൻ്റെ രാജ്യം അവരുടെ പഴയ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. പിന്നെയും ഞാൻ പറയാം, ന്യായപ്രമാണത്തെക്കുറിച്ച് അല്ല പറയുന്നത്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മാനുഷിക നിർമ്മിതമായ കുറെ കാര്യങ്ങൾ, അത് രണ്ടും കൂടെ പാച്ച് വർക്ക് നടക്കത്തില്ല. കർത്താവ് പറയുന്ന അതിനൊരു മാർഗം, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തി. അതെവിടെ കിട്ടും? എന്താ ഇതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ, ദൈവത്തിന്റെ വചനത്താൽ ഹൃദയത്തിൽ വീണ്ടും ജനനം നടന്ന് പുതിയ തുരുത്തിയാകുമ്പോഴാണ് യേശു പറഞ്ഞത് അപ്പാടെ സ്വീകരിക്കുന്നത്. അത് മുഴുവൻ ഏറ്റെടുക്കാൻ ആർക്കും മടിയില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിലോ ഞങ്ങൾ അങ്ങനെയല്ല പഠിച്ചത്, ഞങ്ങൾ ഇങ്ങനെ പഠിച്ചത്, അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെ ആത്മീയ ഇങ്ങനെ ഇരിക്കും. വെറുതെ ഒരായുസ് മുഴുവൻ പാഴാവും. തുരുത്തി പുതിയതാകണം. പ്രൈസ് ദി ലോർഡ്. തുരുത്തി പുതിയതാകണം. രക്ഷിക്കപ്പെട്ടവർക്ക് അവരുടെ ഹൃദയത്തിൽ മാത്രമേ ഈ പുതിയ വീഞ്ഞ് പകരാൻ കഴിയത്തുള്ളൂ. സ്വതന്ത്രം പറയാമോ? ഇനി 39-ാം വാക്യത്തിലാണ്. സ്തോത്രം. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയത് ഏറെ നല്ലത് എന്ന് പറയും. ഇതാ പ്രശ്നം. പഴയത് കുടിച്ച പുള്ളിക്ക് വേണ്ട പുതിയത്. പഴയത് സൂപ്പറാന്നല്ലോ. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, അപ്പനപ്പൂപ്പന്മാർ തൊട്ട് പരിചയിച്ച് വന്നത്. ഇനി പുതിയതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആ ആത്മീയം മതി. ഇതാണ് ഫരീസേർക്കും ശാസ്ത്രിക്കും പറ്റിയത്. യേശുവിനെ തിരസ്കരിച്ചു. കാത്തിരിക്കുന്നത് മശിയ വരാനാ. യേശുവിൻ പറയുന്ന ആത്മീയം തിരിയുന്നില്ല. നൂറ്റാണ്ടുകളായി റബിമാർ പഠിപ്പിച്ചത് അവർ പഠിച്ചാവർത്തിക്കുക. എല്ലാ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്തിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ദൈവം ഇതിനു വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. നരകത്തിലോട്ടാണ് പോകുന്നത്. ആ അപകടം തിരിച്ചറിയാതെ അവർ കാർമ്മികമായ കാര്യങ്ങൾ, കർമ്മപ്രവർത്തികൾ, റിച്വലിസ്റ്റിക് കാര്യങ്ങൾ, ലീഗലിസത്തിൽ ഡൂബ്ഗയാ. മനസ്സിലാവുന്നുണ്ടോ? അതെന്താ? പുതിയത് വന്നപ്പോൾ പറ്റിയത് പഴയത് മതി. എന്നാ ടേസ്റ്റാ. ഇതാണ് പലർക്കും പറ്റിയത്. ഷിഫ്റ്റ് ചെയ്യാൻ, മാറാൻ സത്യം ഇതാണോ?
യേശു ഇതാണോ പറയുന്നത്? എനിക്കിതാണ് വേണ്ടത്, എനിക്ക് പഴയത് വേണ്ട, പഴയതിനോട് ഒറ്റ സെക്കൻഡ് കൊണ്ട് വിട പറയാൻ ഞാൻ തയ്യാറാണ്. എന്നിൽ ഒരു പുതിയ ഹൃദയം ദൈവമേ സൃഷ്ടിക്കണമേ, വാസ്തവമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഒന്ന് പുതുക്കണമേ എന്ന് ഇന്ന് പകൽ ഇതിനകത്ത് ആളുകൾ പറയാൻ തയ്യാറാകണം. നല്ല പാരമ്പര്യങ്ങൾക്കായി സ്തോത്രം. നമ്മൾ പെന്തക്കോസ്ത് പള്ളിക്കാരാ, പക്ഷെ എക്കാലത്തും കഴിഞ്ഞ 20 വർഷമായി നാം പാരമ്പര്യം എങ്ങനെയെങ്കിലും അല്ല, അതിലല്ല നിൽക്കുന്നത്. വചനം എന്തു പറയുന്നു, വചനം എന്തു പറയുന്നു, കർത്താവ് എന്തു പറയുന്നു, ആത്മാവിനെന്താ പറയാനുള്ളത്, അതിന് തടസ്സമായി ഒന്നുമില്ല. നമുക്ക് പഴയത് എങ്ങനെയെങ്കിലും, പഴയതിൽ തൃപ്തിയല്ല. നോ, വി വാണ്ട് ദ ന്യൂ വൈൻ. The gospel is the new wine. യേശു പഠിപ്പിച്ചത് മുഴുവൻ is the new wine. അത് പുതിയ തുരുത്തിയിൽ, പുതിയ തുരുത്തിയിൽ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. വാസ്തവത്തിൽ നമുക്കൊന്ന് ചാടി ഇന്ന് സ്തോത്രം ചെയ്യണം. കൃപയാൽ നമ്മുടെ ഹൃദയത്തെ ദൈവം തുറന്നല്ലോ. പള്ളികളിലും പട്ടക്കാരുടെ അടുക്കലും പോയി പാരമ്പര്യം ചൊല്ലിക്കൊണ്ടിരുന്ന നമ്മൾ കൃപയാൽ ദൈവം വിടുവിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിനുശേഷം പലയിടങ്ങളിൽ പാരമ്പര്യമായി വേർപെട്ട സമൂഹത്തിൽ പോയി അവിടെയും കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചും പരിചയിച്ചും വന്നു. പക്ഷേ കൃപയാൽ ഇതിനകത്ത് കൊണ്ടുവന്നു ദൈവ വചനത്തെ വാസ്തവമായി സ്നേഹിപ്പാൻ, മനുഷ്യരെന്തു പറഞ്ഞാലും കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. സ്തോത്രം. പഴയ വീഞ്ഞെന്ന് പറഞ്ഞാൽ ഈ റബിമാരുടെ പാരമ്പര്യങ്ങൾ അല്ല. അത് വേദപുസ്തകത്തിലുണ്ടോ? വേദപുസ്തകത്തിലെങ്ങും കാണത്തില്ല. പക്ഷെ ഞങ്ങളുടെ വല്യപ്പച്ചൻ പറഞ്ഞ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന ബ്രദറെ, ഇടത്തോട്ട് വലത്തോട്ട് പറ്റത്തില്ല. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് അവർ കണ്ടുപിടിച്ച്, അവരിതെല്ലാം അവരുടെ റബിമാർ പറഞ്ഞു കൊടുത്തതാണ്. അവരുണ്ടാക്കിയ കുറേ നിയമമാണ്. ഇങ്ങനെ പോയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം. ശരിക്കും ന്യായപ്രമാണം കൊടുത്തത് എന്തിനാണ്? നമ്മളെ കൊണ്ട് ഇത് നടക്കത്തില്ല, ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയാനല്ലേ ഇത് കൊടുത്തത്. അതിന് പകരം അവർ ചിന്തിച്ചത് എന്താ? ഇതെല്ലാം കൂടെ എങ്ങനെയെങ്കിലും അനുസരിക്കാൻ ഒക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായില്ലേ? ബാഹ്യമായിട്ടെങ്കിലും ഇത് നാട്ടുകാരെയൊക്കെ ഭ്രമിപ്പിച്ച് ഞങ്ങളെന്തോ സൂപ്പർ സംഭവമാണെന്ന് കാണിക്കണം. ദൈവസന്നിധിയിൽ ഇത് വില പോകത്തില്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശുവുമായിട്ട് നമ്മൾ കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ അവനെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ യഹൂദ മതത്തിൻ്റെ പഴയ വീഞ്ഞ്. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. ഒന്നുകിൽ പഴയതെല്ലാം, അല്ലെങ്കിൽ പുതിയ വീഞ്ഞ്. ഇത് രണ്ടും കൂടെ പുതിയ തുരുത്തിയിൽ പറ്റത്തില്ല. പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ 39-ാം വാക്യം ഒന്ന് നോക്കിയേ, ഒന്നുകൂടെ വായിക്കേ. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല. അതിനർത്ഥം എന്താണെന്നറിയാമോ? പുതിയത് പലർക്കും വേണ്ട. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തമ്പി ബ്രദറാന്ന് തോന്നുന്നു, ഒരു ശേഷിപ്പുണ്ടെന്ന്, അതേ ഉള്ളൂ. കാരണം നമുക്ക് പഴയ സിസ്റ്റമാണ് നല്ലത്. പുതിയത് വേണ്ട ഞങ്ങൾക്ക്. ഒന്നുകൂടെ വായിരത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കത്തില്ല. കാരണം അവർ സ്റ്റബേൺ. ഹൃദയം കഠിനപ്പെട്ട് എന്ത് സൗകര്യമായി. എടാ, ഹൃദയത്തിനകത്ത് ഇപ്പം എന്തെല്ലാം ഭാവതോവ ഉണ്ടെങ്കിലും ആർക്ക് എന്നാടെ പൂർത്തിയാവാനൊരു ആത്മീയനല്ലേ? ഹൃദയമാറ്റമില്ലാതെ പഴയ സമ്പ്രദായത്തിൽ കടിച്ച് തൂങ്ങുക തെറ്റാണെന്ന് ബോധ്യമായാലും വിടത്തിൽ. ഇത് മതി ഞങ്ങൾക്ക്. എന്നിട്ട് പഴയത് ഏറെ നല്ലത് എന്ന് പറയും. കഷ്ടമല്ലയോ? അതിന് വിഷയം വിടരുത്. എന്തുകൊണ്ടാ നിന്റെ ശിഷ്യന്മാര് ഉപവസിക്കാൻ പ്രാർത്ഥിച്ചു? ഞങ്ങളൊക്കെ നല്ല ആത്മീയരാ. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ, മോനെ നിനക്കുള്ളതല്ലിത്. അത്രേ ഉള്ളു കാര്യം. മനസ്സിലായോ? ഇത് ഉൾക്കൊള്ളണമെങ്കിൽ ഹൃദയമാണ് പുതിയ തുരുത്തിയാകണം. നീ പഴയത് ഏതാണ്ട് സംഭവമാണെന്നും പറഞ്ഞിരിക്കുക. ഇത് നിൻ്റെ അകത്ത് പകരാൻ വേണ്ടിയല്ല ഞാൻ വന്നത്.
തുരുത്തി മാറണം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ്യ. ഇതിനകത്ത് പുതിയ തുരുത്തിയായി ദൈവം മാറ്റിയ എത്ര പേരുണ്ട്? ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പഴയതിൽ നിന്ന് ദൈവം നമ്മളെ പുതിയതിലേക്ക് കൊണ്ടുവന്നു. എന്താണ് പുതിയത്? ഇറ്റ് ഈസ് എ ലൈഫ് ഇൻ ദ ഹോളി സ്പിരിറ്റ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അവിടെ സന്തോഷമാണ്, ക്രിസ്തുവിനെ കിട്ടിയതിലുള്ള സന്തോഷം. ന്യൂ കവനന്റ് ബിലീവേഴ്സിന് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉപവസിക്കുമ്പോഴും സന്തോഷം, പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷം, ദൈവവചനം പറയുമ്പോൾ സന്തോഷം, കേൾക്കുമ്പോൾ സന്തോഷം. We are a people of the new covenant. ഈ പുതിയ വീഞ്ഞ് ഈ തുരുത്തിക്കകത്ത് ദൈവം പകർന്നല്ലോ, അതിന് തുരുത്തിയെ ആദ്യം ദൈവം രക്ഷയിലേക്ക് നയിച്ചു. എല്ലാ കണ്ണും നടച്ച്. അങ്ങനെ ആർക്കെങ്കിലും വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ദൈവത്തോട് പറയുക, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റം അവിടുത്തെ ആത്മാവിനാൽ കൊണ്ടുവരണം, എന്നെ പുതിയ സൃഷ്ടിയാക്കി ഒരു പുതിയ തുരുത്തിയാക്കി മാറ്റണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാട്ട് പ്രിയരെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ ആ ഗുപ്തനിധികൾ, വിശേഷമായ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം വെളിപ്പെടുത്തി തരട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.